ഫോറസ്റ്റ് ഓഫീസർമാരോട് പറഞ്ഞിരുന്നു പിന്നെ ഇങ്ങനെ ശബ്ദം കേട്ടുന്ന്. അപ്പൊ ഇന്ന് 6:30 വരെ അവരുണ്ടായിരുന്നു. ഇവിടെ തന്നെ അവര് ക്യാമ്പായിരുന്നു. പിന്നെ അവിടെ കൂടും വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ആനന്റെ ശല്യം, കാട്ടുപോത്തിന്റെ ശല്യം, എല്ലാത്തിന്റെയും ശല്യം ഉണ്ട്. പിന്നെ ഇല്ല, വെടിശബ്ദം കേട്ടതായിട്ട് ഓർക്കുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു, പുറത്തായിരുന്നു ഉണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങൾക്ക് എൻഗേജ്മെന്റിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. പരിക്കേറ്റു എന്ന് പറഞ്ഞു. പിന്നെ അത് കുറെ അപ്പുറത്തേക്കാ, ഒരു 500 മീറ്ററോളം ദൂരം ഉണ്ടാവും. 500 മീറ്ററോളം ദൂരം ഉണ്ടാവും. അത്ര ഉണ്ടാവും. ആ കാട്ടില്. ഇന്നലെ ഒരു 8:30-9 മണിയോട് അടുത്തിട്ടാണ് ഇതിന്റെ ശബ്ദം കേട്ടത്. ആ കൂട്ടത്തിൽ തന്നെയാണ് കുരങ്ങിന്റെ ഒച്ചയും കൂടെ കേട്ടത്. ഭയങ്കര കരച്ചിലായിരുന്നു. അന്നേരം ഞാൻ നമ്മുടെ വാച്ചറിനോട് വിളിച്ചു പറഞ്ഞു. അവരപ്പത്തേക്ക് ഇൻഫോം ചെയ്ത് പിന്നെ എല്ലാവരോടും അറിയിച്ചു. പിന്നെ അപ്പത്തേക്ക് ഇവിടെ വണ്ടി വന്നു. ഇവിടെ 6:30ക്കാണ് അവര് പോയത്. ഇല്ല, രാത്രി പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഇല്ല, നമ്മളെ വീട് 2 വീടാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. ഏറ്റവും ലാസ്റ്റത്തെ വീടാണത്. അവിടെ നിന്ന് അങ്ങോട്ടേക്കില്ല. പിന്നെ അങ്ങോട്ടേക്ക് ഫോറസ്റ്റാണ്. ഇന്നലെ ചേച്ചി ശബ്ദം കേട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണോ ഇപ്പം ഫോറസ്റ്റ് പോയെന്ന് മനസ്സിലായിട്ടുണ്ട്? ഈ ഭാഗത്താണ് ശബ്ദം കേട്ടത്. നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. അതിന്റെ കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്നാ പറഞ്ഞത്. ശബ്ദം കേട്ട് കുറച്ചപ്പുറത്തേക്കാന്നാ പറഞ്ഞത്. ഇല്ല, ഒന്നുമില്ല. അതിങ്ങനെ ഓടുന്ന വലിയ മൃഗങ്ങളൊക്കെ പോകുമ്പോ കുരങ്ങ് വല്ലാണ്ട് ശബ്ദിച്ച് കരയും. ഇത് ഞങ്ങള് കുറെ കാലമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് അറിയാം ആ ശബ്ദങ്ങളൊക്കെ. മാനാണെങ്കിലും ഇല്ല, എനിക്ക് ചേച്ചീന്റെ മോളെ എൻഗേജ്മെന്റ് ആണ്, അങ്ങോട്ടേക്കാ വന്നത്. എന്തായാലും ഇതാണ് വിശദീകരിക്കുന്ന കാര്യം. വീടിന്റെ മറുഭാഗത്ത് നിന്ന് അസാധാരണമായ ശബ്ദം കേട്ടു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ആ വാഹനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ആ വാഹനത്തിൽ മരിക്കാതെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം. ഇപ്പോൾ നാട്ടുകാരൊക്കെ ഭയത്തിലാണ്. ഇന്നലെയും രാത്രിയിലും ചില ശബ്ദങ്ങൾ മറ്റും കേട്ടു എന്നാണ് അവർ പറയുന്നത്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ അവിടെയുണ്ട്. അവർക്ക് പലതരത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയെ സമീപിക്കുന്നത് എന്നുള്ളതാണ് ആശങ്ക തന്നെയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും. അനീഷ്, തുടരാം. എന്താണ് അവർക്ക് പറയാനുള്ളത്? എന്താണ് എമർജൻസി ഒരു ആളാണെങ്കിൽ അല്ല, അവർ പറഞ്ഞത് ഇന്നലെ രാത്രിയിലും ഇങ്ങനെ ഒരു ശബ്ദം വീടിനടുത്ത് കേട്ടിരുന്നു. ആ കുരങ്ങുകളൊക്കെ അലറിപ്പായുന്ന ശബ്ദം കേട്ടു. അതിനുശേഷം വാച്ചറെ വിളിച്ച് വിവരം അറിയിച്ച ശേഷം മുറിക്കുള്ളിലേക്ക് നീങ്ങിയിരുന്നു എന്നാണ് ആ വീട്ടമ്മ പറഞ്ഞത്. അവർ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടുന്ന് പോവുകയാണ്. കാട്ടിനുള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നു. പക്ഷേ അവരുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരെയാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. പറയാനുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. എന്തറിയോ, ഇവർക്ക് എമർജൻസി ഒരാൾക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞല്ലോ. പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓല് ഇത്രയും മണിക്കൂറായില്ലേ, അവരെന്തുകൊണ്ട് അവരെ പുറത്തിറക്കിയില്ല? അവരെന്തുകൊണ്ട് ഇങ്ങോട്ട് കടത്തിയിട്ടില്ല? ഒരു പരിക്ക് പറ്റിയ ഒരു വ്യക്തിയെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ? ഉണ്ട്. അപ്പൊ അവർക്ക് കൂട് വെച്ചതിൽ അവർക്ക് പെട്ടു. ആ കടുവനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം. അതാണ് ഇവരുടെ ഉത്തരവാദിത്തം. കേട്ടില്ലേ? അതാണ് ഇവരുടെ തീരുമാനം. അത് നമ്മൾ നടത്തൂല. ഇവിടുന്ന് കടത്താൻ വിടൂല. പക്ഷെ വിടുത്താത്തത് കൊണ്ടാണ് അവന്മാർ എന്താക്കുന്നത്, ആ എമർജൻസി ഉള്ള രോഗിയെ പോലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ മടിക്കുന്നത്. അവർ കൊണ്ടുവരണം. ആ രോഗിയെ കൊണ്ടുവന്ന് ഞങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ കൂടെ കൊണ്ടുപോകണം. അവരെന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? അങ്ങനെ ചില സംശയങ്ങളും നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം കടുവ കൂട്ടിൽ കുടുങ്ങിയെന്ന ചില സംശയങ്ങളും വരുന്നു. നേരത്തെ ആ വീട്ടമ്മ പറഞ്ഞ പോലെ അവർ ഇന്നലെ വനംവകുപ്പിൽ വിളിച്ച് വിവരം അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ സ്ഥലത്ത് ഒരു കൂട് സ്ഥാപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ കൂട്ടിൽ കുടുങ്ങിയതാണോ ഇനി കടുവയെ വെടിവെച്ചോ, കടുവയ്ക്ക് വെടിയേറ്റു എന്ന ചില വിവരങ്ങളും വരുന്നുണ്ട്. പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഔദ്യോഗികമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നൽകിയ വിവരങ്ങളല്ല. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ആളുകൾ കാത്തിരുന്ന ഒരു ആശ്വാസ വാർത്ത എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഈ പരിക്കേറ്റ RRT അംഗമായ ജയസൂര്യക്ക് കാര്യമായ പരിക്കുകൾ ഇല്ല എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. അങ്ങനെയെങ്കിൽ മറുവശത്ത് കടുവ വെടിയേറ്റിട്ടുണ്ടെങ്കിൽ അതൊരു ആശ്വാസകരമായ കാര്യമാണ്. എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? കറക്റ്റ് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. പരിക്ക് വലിയ ഗൗരവമല്ല എന്നില്ലാണ് ഇപ്പൊ കിട്ടിയത്. അങ്ങനെ ആട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. പിന്നെ കടുവയ്ക്ക് വെടിയേറ്റതായ ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. ഇല്ല, നമുക്ക് അങ്ങനത്തെ ഒന്നും സ്ഥിരീകരിക്കല്ല. അപ്പൊ അതിന് തൊട്ട് ലാസ്റ്റ് വീട്ടിലെ ഒരു ശോഭാറിന്റെ ആളിപ്പോ നിങ്ങൾക്ക് വൈക്കുന്ന ആള് പോയത്. അവര് പറഞ്ഞ വെടിവെച്ചിന്റെ ശബ്ദമൊന്നും അവർ കേട്ടിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പോ അതിൽ കൂടുതലൊന്നും അറിയില്ല.
നാട്ടുകാരാണ്, അവർ ഇവിടുത്തെ പൊതുപ്രവർത്തകരാണ്, നിരന്തരം കാടുമായി അല്ലെങ്കിൽ ആ സംഘത്തിൽ ഈ നാട്ടിൽ നിന്നുള്ള വാച്ചർമാരടക്കമുള്ള ആളുകളുണ്ട്. അവരോടൊക്കെ നിരന്തരം വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു വ്യക്തതയുള്ള വിവരം ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. ഈ പരിക്കേറ്റ RRT സംഘവുമായുള്ള വനംവകുപ്പ് സംഘവും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ മറുവശത്തൂടെ വേണമെങ്കിലും ഈ പട്ടണത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു വഴിയുണ്ട്. ഒരുപക്ഷെ ഈ ആളുകളൊക്കെ ഒഴിവാക്കി ആ പാതയിൽ കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. പോയി കഴിഞ്ഞിരിക്കാം. പോയി എന്നുള്ള വിവരങ്ങളും നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ രണ്ട് വഴിയാണുള്ളത്. ഒന്നെങ്കിൽ ഈ വഴി കൂടെ എത്താം, അല്ലെങ്കിൽ മറുവശത്ത് മറ്റൊരു വഴിയിലൂടെ എത്താം. ഒരുപക്ഷെ അടിയന്തരമായ സാഹചര്യമുണ്ടെങ്കിൽ ആ വഴിയിലൂടെ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും കടുവയ്ക്ക് വെടിയേറ്റോ എന്ന ഏറ്റവും നിർണായകമായ ചോദ്യമാണ് നാട്ടുകാരും ഇപ്പോൾ ചോദിക്കുന്നത്. സമീപത്ത് തന്നെ ഒരു